ഷെയർ മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതായത് ഇന്ത്യയിലെ ഒരു ഇൻഡൈസസ് പോലും ലാഭത്തിലല്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാരണ്ടീഡ് പ്രൊഡക്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ശരിയാണ്, മാർക്കറ്റ് ഇറങ്ങും അതുപോലെ തന്നെ കയറും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള ലാഭത്തിന്റെ കണക്കുകൾ ഈ സമയത്ത് ഒരിക്കലും ഉപകാരപ്പെടില്ല. കാരണം മാർക്കറ്റ് ഇറങ്ങി നിൽക്കുകയാണെന്ന് മാത്രമായിരിക്കും അവരപ്പോൾ നിങ്ങളോട് പറയുക. നിങ്ങളുടെ ആവശ്യത്തിന് അവിടെ ഒരു വില കാണില്ല. ഗ്യാരണ്ടീഡ് അല്ലാത്ത പ്രൊഡക്ട്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. LICയുടെ ഗ്യാരണ്ടീഡ് പ്രൊഡക്ട്സിലൊക്കെ നിങ്ങൾക്ക് പറയുന്ന എമൗണ്ട് പറയുന്ന സമയത്ത് ഗ്യാരണ്ടീഡ് ആയിട്ട് തരും. അത് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുകയാണോ മാർക്കറ്റ് കയറിയിരിക്കുകയാണോ എന്നുള്ളത് വിഷയമല്ല. അപ്പോൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുക. ഓക്കെ, താങ്ക് യു.